ശ്രീ ഷാജി, ഈ അപകടത്തിന്റെ കാരണം എന്താണെന്ന് താങ്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ നേരത്തെ നാട്ടുകാർ സംസാരിക്കുന്നതൊക്കെ അങ്ങ് കേട്ടിട്ടുണ്ടാകുമല്ലോ. വാഹനത്തിന് നേരത്തെ പ്രശ്നമുണ്ടായിരുന്നു എന്നത് മനസ്സിലായിരുന്നു എന്ന് ഈ പെട്രോളിന്റെ മറ്റോ സ്മെൽ വരുന്നതായി ഇവർ പറഞ്ഞിരുന്നതായി അങ്ങനെയൊക്കെയുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് അങ്ങേക്ക് മനസ്സിലാകുന്നുണ്ടോ? എങ്ങനെ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയും? ഇതില് ഇപ്പൊ പാലക്കാടത്തെ കേസില് അതില് LPG, ഞാൻ ഏതൊരു വാർത്ത വായിച്ചപ്പോ അതിന്റെ LPG കണക്ട് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത്രത്തോളം സാധ്യതയുണ്ടെന്ന് അറിയില്ല. കാരണം ഇതിൽ പഴയ വാഹനങ്ങളിലെല്ലാം ഇന്ധനക്ഷമതയ്ക്ക് വേണ്ടി LPG കണക്ട് ചെയ്യുന്ന സംവിധാനമുണ്ട്. അപ്പോ ഈ LPG കൺവേർഷൻ കിറ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിന്റെ മെയിൻ്റനൻസ് ആണ്. അത് മെയിൻ്റനൻസ് പീരിയോഡിക്കലായിട്ട് തനിയെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ സർവീസ് സെന്ററിൽ കൂടി ചെയ്യേണ്ട കാര്യങ്ങൾ അത് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളത് ഇതാണ്. പലപ്പോഴും ഇതില് ഇതിന്റെ ഒരു ഇവാപ്പറൈസർ ആ വേപ്പറൈസറിന്റെ അകത്തുള്ള ഫിൽറ്റർ ഒക്കെ ക്ലീൻ ചെയ്യുക എന്നുള്ളത് ഏറ്റവും നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അതില് ഈ LPG-യിലും ഇതിലുണ്ടാകുന്ന ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് അഴിച്ചോ വാഷ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കേണ്ടതാണ്. ഇതാണ്. അതേപോലെ തന്നെ ഇതില് ഒത്തിരി സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഉള്ള സംവിധാനമാണെങ്കിൽ പോലും അതിന്റെ മെയിൻ്റനൻസ് മറ്റ് സാധാരണ വാഹനങ്ങളെക്കാൾ കൂടുതൽ കെയർ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതിൽ LPG സംവിധാനം ഉണ്ടായിരുന്നോ എന്ന് ഇതുവരെ ഒരു വാർത്തയിൽ ഞാൻ വായിച്ചു. പക്ഷെ അത് എത്രത്തോളം ശരിയാണെന്നല്ല. വാഹനത്തിന്റെ ബാക്കിൽ നിന്ന് തീ ആദ്യം വന്നു എന്ന് പറയുമ്പോൾ LPG സംവിധാനം ഉണ്ടായിരുന്നു സംശയം. കാരണം LPG-യുടെ സിലിണ്ടർ വാഹനത്തിന്റെ ബാക്കിലെ ഡിക്കിയിലാണ് സാധാരണ ഫിറ്റ് ചെയ്യാറുള്ളത്. അതില് മൾട്ടി ഫങ്ഷൻ വാൽവുകളുണ്ട്. പക്ഷെ ആ വാൽവിന്റെ ഫിറ്റ് ചെയ്തിരിക്കുന്ന ആംഗിൾ ഒന്ന് മാറിയാൽ പോലും പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ആ മൾട്ടി ഫങ്ഷൻ വാൽവ് കൊണ്ട് ഇതിന്റെ ഫ്യൂവലിന്റെ ഫ്ലോയും റിട്ടേൺ പുറത്തോട്ട് വരാതിരിക്കാനും ഹൈ പ്രഷർ ജനറേറ്റ് ചെയ്യാതിരിക്കാനും ഉള്ള അനേകം സംവിധാനങ്ങൾ കൂടെയാണ് മൾട്ടി ഫങ്ഷൻ വാൽവ്. അത് അതിന്റെ പ്രവർത്തനത്തിന് അതുകൊണ്ട് ഫിറ്റ് ചെയ്യുന്നതിന് ഓരോ വാഹനത്തിന്റെ തരത്തിനനുസരിച്ച് അതിന്റെ നിർമ്മാണത്തിന്റെ സംവിധാനം അനുസരിച്ച് അത് ഉപയോഗിക്കുന്ന ടാങ്കിന്റെ രീതി അനുസരിച്ച് അത് പ്രത്യേക ആംഗിളിലാണ് ഫിറ്റ് ചെയ്യുന്നത്. 0 ഡിഗ്രി മുതൽ 60 ഡിഗ്രി വരെ ഡിഫറന്റ് ആയിട്ടുള്ള തരത്തിലുള്ള ആംഗിളാണ്. അപ്പൊ ആ ആംഗിളിന്റെ ഇതൊന്ന് മാറിക്കഴിഞ്ഞാൽ വാൽവിന്റെ പ്രവർത്തനത്തിൽ വ്യത്യാസം വരും. പിന്നെ ലീക്കേജ് വരാതിരിക്കാനായിട്ടുള്ള സംവിധാനം ഈ വാൽവിൽ തന്നെ ഉണ്ട്. അത് മാത്രമല്ല ഇതിന്റെ സോളിഡ് സംവിധാനങ്ങളുണ്ട്. ഇതെല്ലാം ഇതിനകത്തുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് സമയാസമയമുള്ള മെയിൻ്റനൻസ് അത് കൃത്യമായി നടത്തുക. അതിപ്പോൾ എല്ലാ സ്ഥലങ്ങളും കൃത്യമായി പലരും പരാതികളായി പറഞ്ഞു കേട്ടിട്ടുണ്ട്. വാഹനം കൊണ്ടുപോയി കൊടുക്കുന്നു, പണിയെല്ലാം തീർത്തു എന്ന് പറഞ്ഞു തരും. പക്ഷേ കിട്ടിക്കഴിയുമ്പോൾ പല പണിയും പൂർത്തിയാക്കിയിട്ടില്ല. അപ്പം അങ്ങനെ നമ്മൾ വഞ്ചിക്കപ്പെടാറുണ്ട്. അതുകൊണ്ട് നമുക്കൊരു വിശ്വാസത്തിൽ കൊടുക്കുക എന്നതേ ഉള്ളൂ. മെയിൻ്റനൻസ് കൃത്യമായി ചെയ്യുക, അതാണ് നമുക്ക് അല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മൾ മൊബൈൽ ഫോൺ വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്ത് കുത്തിപ്പിടിച്ചുകൊണ്ട് അതിന്റെ ഫീച്ചേഴ്സ് നമ്മൾ പഠിക്കും. അതേപോലെ ഒരു വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ എല്ലാ ഫീച്ചേഴ്സും നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അത് മാത്രമല്ല ചില പ്രധാനപ്പെട്ട പോലെ ഇതുപോലെ പീരിയോഡിക്കൽ സർവീസ് ഏതൊക്കെ കിലോമീറ്റർ ചെയ്യണം, അതിൽ ഏതൊക്കെ കാര്യങ്ങൾ മാറ്റണം, അത് സർവീസ് സെന്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് അവര് ആ ബിൽ പ്രകാരം അത് ചെയ്തിട്ടുണ്ടോ, അല്ല സ്പെയർസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. അതുപോലെ ചിലപ്പോ ഓയിലൊക്കെ മാറ്റി കഴിയുമ്പോഴത്തേക്കും അവര് ഓയിൽ മാറ്റിയെന്ന് പറയും. പക്ഷെ മാറ്റാതെ കൊടുക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മളെ പറ്റിക്കുന്ന സംവിധാനമുണ്ട്. പക്ഷെ അത് ഉറപ്പാക്കാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വബോധം അവർ പറഞ്ഞതുപോലെ ഒരു വാഹനം അതിന്റെ പൂർണ്ണമായ ഒരു ഫങ്ഷൻസ് ഒക്കെ അത് ഓടിക്കുന്നവർ പൂർണ്ണമായി അറിഞ്ഞിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. വളരെ